ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നൊരു ഫ്രൈഡേ റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്ത് വെച്ചതേനു. പക്ഷെ അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ അത്യാവശ്യം നല്ല ലാഗായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഈ വീക്കിൽ അപ്ലോഡ് ചെയ്യുക എന്ന് കരുതിയിട്ട് നിന്നതിനു. പക്ഷേ ഈ ഫ്രൈഡേയും എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ സുബഹിക്കനെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഖുർആൻ എടുത്തിട്ട് ഓതാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ടൈമിൽ അധികം കഹ്ഫ് സൂറത്തല്ല ഓതൽ, ഞാൻ യാസീൻ തന്നെ കേട്ടോ ഓതൽ. പിന്നെ ഒന്ന് രണ്ട് വേറെ സൂറത്തും കാര്യങ്ങളൊക്കെ ഓതലുണ്ട്. പക്ഷേ ഞാനൊരു അത്യാവശ്യം കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട്, അതായത് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കഹ്ഫ് സൂറത്ത് ഓതലുള്ളൂ. അങ്ങനെ ഞാൻ അതാ സൂറത്തൊക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ഇക്കാക്ക ഫുഡ് കഴിക്കാനില്ലേനു, അതുകൊണ്ട് ഞാനും മോനും കൂടി ഉള്ളൂ ഇന്ന് ഫുഡ് കഴിക്കാൻ. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കരുതി ഓക്കെ ഇന്ന് പത്തിരി ഉണ്ടാക്കാം, കാരണം കുറേ കാലം കഴിക്കുന്നത് ഞാൻ പത്തിരി കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ അതാ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ വെറുതെ പറയാണ്. ഞാൻ കുറച്ച് അതായത് ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ അതേപോലെ ഒരു കപ്പ് തന്നെ എന്താ പറയുക അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് അത്യാവശ്യം ആ ചൂടിൽ തന്നെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പത്തിരി നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ. കുറച്ച് ചൂടുണ്ടാവും, നമുക്ക് കുഴച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ആ ഒരു ടൈമിൽ തന്നെ കുഴച്ച് കഴിഞ്ഞാൽ പത്തിരി അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേനു കേട്ടോ. ചിലരൊക്കെ എന്താ പറയുക നമ്മുടെ ഈ വെള്ളം ചൂടാക്കുന്ന ടൈമിൽ തന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാനങ്ങനെ ചെയ്തില്ല. ഞാൻ അതിന് പകരം ഇത് അത്യാവശ്യം നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കുമല്ലോ, അതിനുശേഷം മാത്രമേ ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കലുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. അങ്ങനെ ഞാനിതാ ഇതൊക്കെ കൂടി ചെറിയ കുഞ്ഞി ബോൾസ് ആക്കി തന്നേനു കേട്ടോ. അപ്പോൾ ബോൾസൊക്കെ ആക്കി വന്നപ്പോൾ ഇത് കുറച്ച് കൂടിയോ എന്നെനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കാക്ക് ഫുഡ് കഴിക്കാനില്ല. പിന്നെ എൻ്റെ മോനാണെങ്കിൽ ആകെ 2-3 ഒത്തിരിയൊക്കെ തിന്നാലായി. അതും ഓന് തോന്നണം. ഞാനാണെങ്കിലും അങ്ങനെ പത്തിരി കഴിക്കലില്ല. ഒന്നാമത് ഞാൻ നാട്ടിലായിരുന്ന ടൈമിൽ എൻ്റെ വീട്ടിൽ അധിക ദിവസവും ഈ പത്തിരി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനങ്ങളിൽ ഒന്നാണ് ഈ പത്തിരി. പക്ഷേ ഞാനിവിടെ വന്നിട്ട് എനിക്ക് എന്താ പറയുക അധിക ടൈമിലും ഒക്കെ തിന്നണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനം ഈ പത്തിരിയാണ് കേട്ടോ. പിന്നെ ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാനങ്ങനെ ഉണ്ടാക്കലില്ല. എന്തെങ്കിലും ദോശ എന്തെങ്കിലും ഉണ്ടാക്കും. അധിക ദിവസം ഞാൻ ഫുഡ് ഉണ്ടാക്കലില്ല. ഉണ്ടാക്കണമെങ്കിൽ ഞാൻ വല്ല ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കലാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ എൻ്റെ പരത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലോണം പൊള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഇതിൻ്റെ ഒരു മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇടുമല്ലോ പത്തിരി പാനിലോട്ട്. എന്നിട്ട് ഒരു 3-4 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ തന്നെ 3-4 സെക്കൻഡല്ല, ഒരു ഇത്തിരി നേരം കഴിയുമ്പോഴത്തേന് അത് മറിച്ചിടുക. എന്നിട്ട് പിന്നെ അടുത്ത മറിച്ചിടലുണ്ടല്ലോ, അത് കുറച്ച് നേരം കൂടെ ഈ പാനിലോട്ട് വെച്ചിട്ട് പിന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലോണം പൊള്ളി കിട്ടും കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതാ പത്തിരിക്ക് വേണ്ടിയിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് വേഗം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനിതാ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കറിവേപ്പില പിന്നെ വറ്റൽമുളകും പിന്നെ കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സവാളൊക്കെ ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്ത്, എന്നിട്ട് പിന്നെ അത് കുറച്ചൊന്ന് ട്രാൻസ്പാരൻറ്റ് കളറായപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടീസ്പൂൺ നമ്മുടെ എന്താ പറയുക മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഇതിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത്ര ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല, എങ്കിലും ഈ ഒരു ടൈം കൊണ്ട് ഞാൻ വേഗം ഇതിൻ്റെ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം അരപ്പിന് വേണ്ടിയിട്ട് 3 മുളകും
പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ചെറിയ ജീരകം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ മുട്ട ഉണ്ടല്ലോ ഇത് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ടാവും ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ ചെറിയ പാനിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഈ 3 മുട്ടയും ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച അരപ്പുണ്ടല്ലോ അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കറിയിലെ ട്രൈ ചെയ്യാത്തവർ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒന്നാമത് ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എനിക്ക് നാട്ടിലൊക്കെ ആയ ടൈമിൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് പത്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ തിന്നുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ തിന്നലുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അധികം സ്കിപ്പ് ചെയ്യും. ചില ടൈമിൽ എനിക്ക് ചീത്ത കഴിക്കുമ്പോൾ മാത്രം ഒന്ന് കഴിക്കും. പക്ഷേ ഇവിടെ നിന്നപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് ഈ ഒരു പത്തിരിയാണ് കേട്ടോ. അങ്ങനെ ഞാനിതാ പത്തിരിയും അതേപോലെ മുട്ടക്കറിയും പിന്നെ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് നല്ലൊരു കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിതാ വേഗം ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ജുമാൻ്റെ മുന്നേ കുളിച്ചിട്ട് ഞാൻ വേഗം ഖുർആൻ ഓതണം കരുതിയിട്ട് ഏനും, അതുകൊണ്ട് ഞാൻ വേഗം കുളിച്ച് പിന്നെ നല്ലൊരു ഡ്രസ്സ് ഇടാം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ നല്ല ഡ്രസ്സ് ഇടുന്നത് സുന്നത്താണ്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ നഖം ഒക്കെ കട്ട് ചെയ്യുന്നത് സുന്നത്താണ്. അങ്ങനെ ഞാനിതാ കുറച്ച് സ്കിൻ കെയറും കൂടി അതിൻ്റെ കൂടെ ചെയ്യണം എന്ന് കരുതിയിട്ട് അതൊക്കെ ഇതിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനെൻ്റെ കുളിക്കലും അതേപോലെ സ്കിൻ കെയർ പരിപാടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഞാൻ വേഗം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറയില്ല, ഞാൻ അധികം രാവിലെ സുബഹിക്ക് ശേഷം യാസീനാണ്, പിന്നെ ഞാൻ ഫത്തഹ സൂറത്തൊക്കെ ഓതലുണ്ട്. പക്ഷേ ഞാൻ കഹ്ഫ് സൂറത്ത് ആ ടൈമിൽ ഓതലില്ല. ഞാൻ അധികം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ കഹ്ഫ് സൂറത്ത് ഓതലുള്ളത്. അതേപോലെ തന്നെ വേറൊരു സുന്നത്താണ്, ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. നമ്മുടെ ഫ്രൈഡേയ്സിൽ ജുമാൻ്റെ മുന്നായിട്ട് കഹ്ഫ് സൂറത്ത് ഓതുന്നത് ഇതേപോലെ സുന്നത്താട്ടോ. അതുകൊണ്ട് ഫ്രൈഡേയ്സിലാരും മാക്സിമം കഹ്ഫ് സൂറത്ത് മിസ് ചെയ്യാണ്ടിരിക്കുക, ട്രൈ ചെയ്യുക. പറ്റുകയാണെങ്കിൽ എന്തായാലും കഹ്ഫ് സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അത്യാവശ്യം അത്ര ലോങ്ങൊന്നുമല്ല, എങ്കിലും കുറച്ച് ലോങ്ങാണ്, എങ്കിലും ട്രൈ ചെയ്ത് സുന്നത്ത് പിടിക്കാൻ നോക്കുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ജുമാ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അധികവും ജുമാ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കത്തെ ലൈവില്ലേ അതെവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ കേട്ടോ ഞാൻ അധികം നിസ്കരിക്കാൻ നോക്കൽ. അതേപോലെ തന്നെ കുത്തുബൊക്കെ ഞാൻ ഓൺലൈനായിട്ടാണ് കേൾക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യൽ. അപ്പം ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് അതിനൊക്കെ ഒരു ഫെസിലിറ്റീസ് ഉള്ളത് എന്താ പറയുക, ഭയങ്കര അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം ദിക്റും കാര്യങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിന്നൊരു മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം മീനിൽ അത് ഞാൻ മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉപ്പ്, മുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും, പിന്നെ വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് ലീവ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ലോണം നെരിയിച്ച് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ മീൻ ബിരിയാണി ചിലർ കാണാൻ നല്ലോണം നെരിയിച്ച് പൊരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ കൂടി ഒന്ന് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനിതാ പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട്, ഓയിൽ മീൻസ് നമ്മൾ നേരത്തെ മീൻ പൊരിച്ച ഓയിലില്ലേ ആ ഓയിലിലാണ് ഞാൻ ഉള്ളിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് എനിക്കൊന്ന് 2-3 തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ മെഷർമെൻറ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ ഇത് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളിക്ക് അത്യാവശ്യം നല്ലോണം വെന്ത് ഉടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് സോഫ്റ്റായിട്ട് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കലുള്ളൂ. അതായത് ഈ തക്കാളിക്ക് അത്യാവശ്യം നല്ലോണം ഒന്ന് ഞാൻ ഉടച്ചെടുക്കലുണ്ട് കേട്ടോ. ചിലവരൊന്നും അങ്ങനെ ഉടച്ചെടുക്കലില്ല, അതൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാനധികവും ഇങ്ങനെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യലുണ്ട്. കാരണം എനിക്ക് അപ്പം കുറച്ചും കൂടി എന്തോ നന്നായിട്ട്
തോന്നലുണ്ട്. അങ്ങനെ അതിനുശേഷം ഞാനിതാ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ എന്താ പറയുക നമ്മുടെ ഗരം മസാലയില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതിലങ്ങനെ മുളക് പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയതുകൊണ്ടാണ്. നിങ്ങൾ എന്തായാലും കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണേ. എന്നിട്ട് പിന്നെ ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കുറവായി തോന്നിയപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിലേക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ ആവശ്യത്തിന് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്താ പറയുക നമ്മുടെ ചെറുനാരങ്ങൻ്റെ നീരില്ലേ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശരിക്കും മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് അതായത് അത്യാവശ്യം കുറുകി കിട്ടുമല്ലോ. കാരണം ഇതിലൂടെ ഞാൻ ചെറുനാരങ്ങ നീരും തൈരും ഒഴിച്ചപ്പോൾ തന്നെ കുറച്ച് ഒരു വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. അത്ര വെള്ളം പോലല്ല എങ്കിലും. അങ്ങനെ അത് കുറച്ചൊന്ന് കുറുകി കഴിഞ്ഞിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച മീനില്ലേ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എനിക്കിവിടെ ആകെ 2 ആളുള്ളതുകൊണ്ട് ഞാനിവിടെ ആകെ 5 കഷ്ണമോ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആവശ്യാനുസരണം മീൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മസാല റെഡിയാക്കിയതിന് ശേഷം വേഗം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അതിലേക്ക് സ്പൈസസൊക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനിവിടെ 2 കപ്പ് റൈസ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കിവിടെ 2 കപ്പ് റൈസ് ഉണ്ടെങ്കിൽ തന്നെ രാത്രിയും വേണമെങ്കിൽ പിറ്റേന്നും ഉച്ചക്കും കഴിക്കാം കേട്ടോ. ചില ടൈമിൽ തീരെ അങ്ങനെ പോവില്ല. അങ്ങനെ ഇതിലോട്ട് ഞാൻ 2 കപ്പിന് 4 കപ്പ് വെള്ളം കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 2 കപ്പ് റൈസിന് 4 കപ്പ് വെള്ളം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിലോട്ട് ചെറുനാരങ്ങ നീര് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക. ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാത്തവരുണ്ട്, പക്ഷേ ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിലോട്ട് കുരു ഇടാണ്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചിലർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ ഈ മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ നടുക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ ഇത് ചോറൊക്കെ കുറച്ച് എടുത്തിട്ട് മസാല ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മേലെ വീണ്ടും ചോറൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ പിന്നെ ഇവിടെ അങ്ങനെ പുറത്തൊന്നും ആരും ഇല്ലല്ലോ, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പം പിന്നെ വേഗം പണി കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് പകരം ജസ്റ്റ് നടുവിൽ ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതിയിട്ട്. അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ റൈസിൻ്റെ മേലെ കുറച്ച് ബിരിയാണി മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ. അങ്ങനെ ഇതിൻ്റെ മസാല ഒക്കെ കൂടി ഒന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് റൈസ് ഈ ഒരു പാനിൽ തന്നെ വെക്കാമെന്നാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നത്. കാരണം മസാല എനിക്ക് അത്യാവശ്യം മസാല ഒക്കെ ഉള്ളതാണ് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ ചോറിലോട്ട് എന്താ പറയുക അതിന് മാത്രം അങ്ങനെ മസാലേൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ മസാല അധികം ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യലില്ല. ചിലവർ ചോറിൻ്റെ കൂടെ തന്നെ ഈ മസാല മിക്സ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുക. പക്ഷേ ഞാനധികം ഈ മസാല വേറൊരു ബൗളിലോട്ടൊക്കെ മാറ്റിയിട്ട് പിന്നെ ചോറ് മാത്രം ആക്കിയിട്ടാണ് ഞാൻ സെർവ് ചെയ്യൽ. കാരണം എനിക്ക് ഒരുപാട് മസാല ആയി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാൻ കഴിയില്ല. പക്ഷേ കുറച്ച് മസാലയൊക്കെ ആകുമ്പോൾ എനിക്കിഷ്ടമാണ്. പുറത്തേന് എൻ്റെ മോനാണെങ്കിൽ അങ്ങനെ വല്ലാണ്ട് എരിവ് പറ്റുകയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടും സെപ്പറേറ്റ് ആക്കിയിട്ടേനു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പുറത്തൊന്ന് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എൻ്റെ മോൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത് ഓൾറെഡി ഞാൻ ഒരാഴ്ച അയക്കുന്ന ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട്. അങ്ങനെ ഞാനിതാ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കണ്ണെഴുതി കൊടുക്കൽ മാത്രമാണ് ഞാൻ അധികവും ചെയ്യലുള്ളത്. പിന്നെ ചില ടൈമിൽ ഞാൻ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഞാൻ കൂടുതലായിട്ടും അധികം പുറത്ത് പോകുമ്പോൾ കണ്ണെഴുതാ ചെയ്യലുണ്ട്. ചില ടൈമിലൊന്നും ചെയ്യില്ല, എങ്കിലും അധികവും ഞാൻ കണ്ണെഴുതൽ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളതാ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണെങ്കിലോ നല്ല ചന്ദ്രൻ്റെ നിലാവ്, എന്താ പറയുക, എനിക്കാണെങ്കിൽ ഈ രാത്രി ഇങ്ങനെ ഈ ഫുൾ മൂണൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യലുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഇവൻ്റെ മുടി വെട്ടുന്ന
സ്ഥലത്തെത്തി ഗൈസ്. പക്ഷേ ആൾക്ക് ഭയങ്കര പേടിയാണ് മുടി വെട്ടുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ വല്ലാണ്ട് കരച്ചിലും ഇതൊന്നുമില്ല. പക്ഷെ പൊതുവേ ആളെ മുടി വെട്ടാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആൾ ഫുൾ കരഞ്ഞിട്ട് അലമ്പാക്കിയിട്ടാണ് വരൽ. ഇപ്പം പിന്നെ കുറച്ച് ഒരു 2-3 തവണ ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആൾക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പം അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു ഇവിടെയല്ലേ കുട്ടികൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാർട്ടൂൺസും പിന്നെ ഒരു കാറോ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് കുറേ കളിക്കുന്നതൊക്കെ ഉണ്ട്. അതായത് ഇതിൻ്റെ നേരെ അപ്പുറത്തെ റൂമൊക്കെ ഉണ്ട്. അതായത് കുട്ടികൾ കരയണ്ട എന്ന് കരുതിയിട്ടായിരിക്കണം. അങ്ങനെ ആളതാ മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ആൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇത്തവണ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിയൊന്നും ചേർത്തിട്ടോ. അല്ല, പൊതുവേ ഞാൻ പറയലുണ്ട് നല്ലവും കരയലുണ്ട്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, അങ്ങനെ വലിയ കരച്ചിലും അലമ്പാക്കലൊന്നും ഇല്ലേനു. അങ്ങനെ ഏറെക്കുറെ അവൻ്റെ മുടിയൊക്കെ വെട്ടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നല്ലേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ഫ്രൈഡേ റൂട്ടീൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഫ്രൈഡേ ഡേ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളേനു. പിന്നെ ഞാൻ കുറേ ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എൻ്റെ മോൻ്റെ മുടിവെട്ടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് ഇതിലോട്ട് നോക്കിയിട്ടൊരു ഹായ് വരാൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.